വക്കീലേ വക്കീലേ നമസ്കാരം വക്കീലേ. മോഹനേടി സാർ ആഫീസിൽ പോയി കാണുമല്ലേ? ഇല്ലില്ല, മോഹനേടി ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. മോഹനേടി സാർ പോയി കാണുമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാമേ. എന്താ ഇതാരാ ഉത്തമ? അയ്യോ, ഇദ്ദേഹത്തെ അറിഞ്ഞൂടി? ഇദ്ദേഹമാണ് സാക്ഷാൽ ബ്രഹ്മശ്രീ സത്യാനന്ദ സരസ്വതി നമ്പൂതിരിപ്പാട്. വലിയ ജോത്സ്യനാണ്. വക്കീലിനെ അറിഞ്ഞൂടി? ഇല്ല. അയ്യോ, അത് കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശസ്തനായ വേറൊരു ജോത്സ്യൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞതാ. എന്താ വന്നത്? ഒന്നും പറയണ്ടേ. അല്ല, അത് പിന്നെ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കല്ലേ, അപ്പൊ ഈ ജോത്സ്യനെ വിളിച്ചൊന്ന് കാണിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ദോഷങ്ങളൊന്നും അറിയാൻ പറ്റൂല. സാറിനോട് വിളിച്ചു പറഞ്ഞാൽ സാറ് പറയും അതൊരു ചെലവാണ്, അതൊന്നും വേണ്ടോത്തമ എന്ന് പറയും. വക്കീൽ നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ. സരസ്വതി നമ്പൂതിരിപ്പാട് സ്വാമി, ഈ വീട് മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടെങ്കിൽ ഇവിടോട്ട് പറഞ്ഞു കൊടുക്കണേ. ഈ വക്കീൽ ഇതൊക്കെ വലിയ വിശ്വാസമുള്ള കാര്യമാണ്. എന്താ ഉത്തമ, ഇദ്ദേഹം ആരാണ്? അയ്യോ, ഇതാണ് സരസ്വതി നമ്പൂതിരിപ്പാട് സ്വാമി. വളരെ പേരുകെട്ട ജോത്സ്യനാണ്. സാറേ, സാറും വക്കീലും കൂടെ വീട് വാങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ വിളിച്ചൊന്ന് നോക്കേണ്ടതായിരുന്നു. പക്ഷെ പറ്റിയില്ല, തിരക്ക് കാരണം. ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ സാമിൻ അതിന്റെ പരിഹാരം പറഞ്ഞു തരും. ഉത്തമ, ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അത് മാത്രമല്ല, ഇതിനു വേണ്ടി 10 പൈസ ചെലവാക്കാൻ ഈ മോഹനേഷ് തയ്യാറല്ല. അതും എനിക്കും അറിയാം സാറേ. ഈ നിന്തിരിവടികൾക്കുള്ള കാശ് വക്കീൽ കൊടുത്തോളും. വക്കീലിനൊക്കെ ഇതൊക്കെ വലിയ വിശ്വാസം അല്ലേ? പക്ഷെ ഉത്തമ, ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ? മോഹനേട്ടാ, വെറുതെ ഉടക്കട നിക്കല്ലേ. വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ മുന്നേ ജ്യോതിഷം നോക്കുന്നത് നല്ലതാണ്. എന്തായാലും സ്വാമി വന്നില്ലേ, ഇവിടെ എല്ലാം ഒന്നും നോക്കണ്ടേ? എന്ത് നല്ല കാര്യം പറഞ്ഞാൽ അത് എതിര് പറഞ്ഞോളൂ. സ്വാമിക്കുള്ള കാശ് ഞാൻ കൊടുത്തോളാം. പിശുക്കെന്ന് പറഞ്ഞു നിങ്ങൾ പിശുക്കട്ടോ. ഇങ്ങനൊരു ജന്മി ലോകത്ത് വേറെ ഉണ്ടാവോ? സ്വാമി വരും. നന്നായിട്ട് നോക്കണേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഞാൻ സാറ് കൈവിട്ടു പോകുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യല്ല. കൊള്ള ശശാങ്ക ചേട്ടാ, ആളാരാ മോനെന്നറിയാമോ? പഴയ നാടക നടനാണ്. പറയേണ്ട സംഭവമൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുന്നതോടെ വക്കീല് പറയും, 1 മാസത്തേക്ക് ഇവിടെ ഒരാഘോഷവും വേണ്ട. വീട്ടില് താമസം തുടങ്ങി 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്ന് പാല് വെച്ച എവിടുത്തെ പാല് വെച്ച് സംഗതി എല്ലാം കൂടെ 500 രൂപയിൽ തീർന്ന്. ഈ സരസ്വതി തിരുവടി ശശാങ്കന് 500 രൂപ കൊടുക്കണോ? ഒരു 300 400. സാറേ, ഞാൻ വായിരിക്കുന്ന 500. ഇതാണ് സ്വീകരണ മുറി. എങ്ങനെയുണ്ട് സ്വാമി? ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട്, പേടിക്കണ്ട, പരിഹാരമുണ്ട്. ഞാനും ചില കുഴപ്പങ്ങളൊക്കെ കാണുന്നുണ്ട്, പേടിക്കണ്ട, പരിഹാരമുണ്ട്. ശശാങ്കൻ ചേട്ടന് എന്നെ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച രാധാമണി കൊലക്കേസിൽ പ്രതിക്ക് വേണ്ടി കള്ളസാക്ഷി പറയാൻ സദാനന്ദ സാർ വിളിച്ചിട്ട് വന്നില്ലായിരുന്നു. അപ്പോ ഞാനും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് സദാനന്ദൻ സാറിന്റെ ഓഫീസിലാണ് ജോലി. കുഴപ്പമായല്ലോ. കാവി ഉടുപ്പിട്ട് നെറ്റിലൊരു കുറിയും തൊട്ടാൽ കള്ളനോന്ത് ശശാങ്കൻ സരസ്വതി നമ്പൂതിരിപ്പാടാവോ? അല്ല, അത് പിന്നെ സാറേ, നമ്മുടെ പ്രകാശിന്റെ പോക്കൊരുവിന്റെ കാര്യം സാറിനൊരു ആവശ്യം വരുമ്പോ സഹായിക്കാൻ ഞാനേ കാണൂ. എനിക്കൊരു ആവശ്യം വരുമ്പോ സാറ് തിരിഞ്ഞോലും നോക്കൂല. ഇപ്പൊ തന്നെ ശശാങ്ക ചേട്ടനെ വിളിച്ചുകൊണ്ട് വരാനുള്ള ബുദ്ധി എനിക്ക് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ സാറിന്റെ കയ്യിൽ നിന്ന് രൂപ 15,000 എടുത്തോട്ട് പോകുന്നത്. അയ്യോ ശശാങ്ക ചേട്ടൻ എന്തുവാ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പുറത്തോട്ട് വാ. അയ്യോ, ഇയാളെന്തോന്ന് വെടികൊണ്ട് പന്നിയെ പോലെ പായുന്നത്? എന്തോ പ്രശ്നം, സംഗതി കുഴപ്പമായോ? ആയല്ലോ. എന്താ പ്രശ്നമെന്ന് ഉത്തമന് ശശാങ്കൻ പറഞ്ഞു തരും. ശശാങ്കനല്ല, ശശാങ്കൻ. കോടതിയിൽ കള്ളസാക്ഷി പറയാൻ വരുന്ന ശശാങ്കൻ. കള്ളസാക്ഷി അതെന്താ? ഉരുളല്ലേ. ഞാൻ പറഞ്ഞ കാര്യം ശശാങ്കന് മനസ്സിലായതുകൊണ്ടാണ് ശശാങ്കൻ വാണം വിട്ട പോലെ ഓടിയത്. ഇനിയിപ്പോ ഉത്തമന് ഓടണമെങ്കിൽ വേറെ എന്തെങ്കിലും വേണം. വേണ്ട. ഓഹോ, ഉത്തമ, അപ്പൊ ഒരു കള്ളനെ സന്യാസി വേഷം കെട്ടിച്ചോണ്ടെന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയായിരുന്നല്ലേ?
മേലിൽ ഉത്തമൻ ഈ വീട്ടിൽ കയറാൻ പാടില്ല. കൂടെ നടന്നിട്ട് പറ്റിക്കാൻ നോക്കുന്നോ? കൂടെ കിടക്കുന്ന ഭാര്യയെ ഭർത്താവ് പറ്റിക്കാൻ നോക്കുന്നു. പിന്നെയാണോ ഇത്? ശശാങ്കനെ പോലൊരു പരമക്കള്ളനെ സന്യാസി വേഷം കിട്ടിച്ച് ഇവിടെ കൊണ്ടുവരാനുള്ള ധൈര്യം ഉത്തമൻ ഒറ്റയ്ക്കുണ്ടാവില്ലെന്നും അത് വില്ലേജ് ഓഫീസറുടെ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതെ, എന്റെ മോഹനേട്ടൻ കഥ എഴുതിയ നാടകമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. അയ്യോ, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെല്ലാം മനസ്സിലായി പോയില്ലേ? അച്ചോ, ആ ചമ്മല് കണ്ടോ? നാട്ടുകാരെ വിറപ്പിക്കുന്ന സിംഗമല്ലയോ സിംഗം. അപ്പൊ ഇങ്ങനെ ചമ്മ പാടണ്ടോ? 15,000 രൂപ പോകുന്ന വിചാരിച്ചപ്പോ സഹിച്ചില്ല. സോറി, ഞാൻ ചിരിക്കില്ല. പോട്ടെ. 15,000 രൂപ ലാഭിക്കാനുള്ള ആഗ്രഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ വീട്ടിലിരിക്കുന്ന വക്കീൽ ഒരു സാധാരണ പെണ്ണല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം കൂടി വില്ലേജ് ഓഫീസർക്ക് വേണമായിരുന്നു. സാരമില്ല, മോഹനകൃഷ്ണന് അബദ്ധം പറ്റുന്നത് ആദ്യമായിട്ടല്ലല്ലോ. വില്ലേജ് ഓഫീസറുടെ പുതിയ അബദ്ധങ്ങളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.